പ്രവാചകനും സ്വഹാബത്തും ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാരും തന്നെ ചെയ്യാത്ത കർമ്മം നിങ്ങൾ എന്തിനു ചെയ്യുന്നു? അത് ബിദ്അത്തല്ലേ? ബിദ്അത്ത് കൊണ്ടുള്ള വിവക്ഷയും എന്താണ് ബിദ്അത്തെന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടായി ഇമാം ഷാഫിഈ റളിയല്ലാഹു പഠിപ്പിക്കുന്നു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി അർബഅൻ. പുതുതായി ഉണ്ടായ കാര്യങ്ങളെ രണ്ടായി വിഭജിക്കാം. ഒന്ന്, പ്രമാണങ്ങളായ ഖുർആന്, സുന്നത്ത്, അസർ, ഇജ്മാ എന്നിവക്ക് വിരുദ്ധമായി ദീനിൽ പുതുതായി കൊണ്ടുവരുന്നതാണ്. ഫഹാദിഹിൽ ബിദ്അത്തുൽ വലാല, ഇത് പിഴച്ച ബിദ്അത്താണ്. എന്നാൽ മേൽ പറഞ്ഞ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്ത നിലയിൽ പുതുതായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, ഇവ ആക്ഷേപാർഹമല്ലാത്ത നല്ല ബിദ്അത്തുകളാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു പഠിപ്പിക്കുന്നു. ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് എന്ത്? അൽ ബിദ്അത്ത് ബിദ്അത്താനി, ബിദ്അത്ത് 2 ബിദ്അത്ത് ഉണ്ട്. ഞങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, ആ ഇമാം ഷാഫി നബിദിനം ആഘോഷിച്ചോന്ന്? ഇല്ലല്ലോ. ബിദ്അത്ത് 2 ഉണ്ടെന്ന് പറഞ്ഞ ഇമാം ഷാഫി നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചോ? ഇല്ല. ഈ നല്ല ബിദ്അത്ത് ഉണ്ട് പറഞ്ഞ ഇമാം ഷാഫി, ആ നല്ല ബിദ്അത്തിന് എന്താ ഉദാഹരണം പറഞ്ഞത്? നല്ല ബിദ്അത്തിന് ഇമാം ഷാഫി എന്താ ഉദാഹരണം പറഞ്ഞത്? നബിദിനാഘോഷാണോ? മിഅ്റാജ് നോമ്പാണോ? ബറാത്ത് നോമ്പാണോ? നിങ്ങളെ നിക്കാഹ് ഹൽഖയാണോ? നിങ്ങളെ നാരിയസ്ലാത്താണോ? നിങ്ങളെ ബുർദയാണോ? നിങ്ങളെ ബർദയാണോ? ഏതാ പഠിപ്പിച്ചത്? അതൊന്നും ഇമാം ഷാഫി പറഞ്ഞില്ല. ഇമാം ഷാഫി നല്ല വിധത്തിൽ ഉദാഹരണം പറഞ്ഞോ? മദ്രസ ഉണ്ടാക്കൽ, പള്ളി ഉണ്ടാക്കൽ, നഹ്വ് പഠിക്കൽ, ഫിഖ്ഹ് പഠിക്കൽ, അതാ നല്ല വിധത്തിൽ ഉദാഹരണം പറഞ്ഞത്. അല്ല ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കാനല്ല. ദീനിൽ ആചാരം ഉണ്ടാക്കാനല്ല ഇമാം ഷാഫി കൊണ്ടത്. ഇമാം ഷാഫി നിർവചനം ആദ്യം പഠിക്കി. ഇമാം ഷാഫി വിദേഹത്തിന് നിർവചനം ആദ്യം പഠിക്കി. ഇമാം ഷാഫിന്റെ നിർവചനം പഠിക്കുമ്പോ അപ്പന്റെ വാക്കിന് അർത്ഥം മനസ്സിലാകും. അല്ല ഇമാം ഷാഫി പറഞ്ഞു എന്നിട്ട് അതിനകത്ത് കാര്യമില്ല. ഇമാം ഷാഫിന്റെ പേര് പറയാനും നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ബോധ്യമാകുന്നു.